ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, ഈ വീഡിയോ നിർബന്ധമായിട്ടും ഓരോ കുട്ടിയും ഓരോ രക്ഷിതാവും അവസാനം വരെ കണ്ടിരിക്കണം. എമ സൊല്യൂഷൻസ് പറയുന്ന ഓരോ പോയിന്റുകളും വളരെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ കമൻറ്റ് ബോക്സുകളിൽ വന്നിട്ട് സാർ നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, എന്നോട് അയാൾ അങ്ങനെയാണ് പറയുന്നത്, അയാൾ ഇങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ്. ഒരു യൂട്യൂബ് ചാനൽ ഒരു കാര്യം പറയുമ്പോൾ അതിനെ 1000 വട്ടം ക്രോസ് ചെക്ക് ചെയ്തിട്ടേ എമ സൊല്യൂഷൻ പറയുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം SSLC റീവാലുവേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ സയൻസ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. SSLC റീവാലുവേഷൻ ഇന്നിപ്പോൾ ഒരു കുട്ടി വന്നു, ആ കുട്ടിക്ക് ലഭിച്ചത് 8 A+ ഉണ്ട്. ആ കുട്ടിക്ക് 8 A+ ഉണ്ട്. പക്ഷേ അവൾക്ക് ഒരു A ഗ്രേഡും ഉണ്ട്, ഒരു B+ ഉണ്ട്. പക്ഷേ അവൾ ഈ B+ എന്ത് തയ്യാറല്ല, റീവാലുവേഷന് കൊടുക്കാൻ തയ്യാറല്ല. ഇത് മാത്തമാറ്റിക്സ് ആണ്. A ഗ്രേഡ് കിട്ടിയതോ സോഷ്യൽ സയൻസിലുമാണ്. അപ്പോൾ സോഷ്യൽ സയൻസിൽ A ഗ്രേഡും മാത്സിൽ B+ ഉള്ള ഈ കുട്ടി എന്നോട് പറഞ്ഞത്, സാർ എനിക്ക് സോഷ്യൽ സയൻസ് റിവാലുവേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, മോളെ നിനക്ക് +1 ഏത് കോഴ്സ് എടുക്കാനാണ് താല്പര്യം? കുട്ടി പറഞ്ഞു, സാർ എനിക്ക് ബയോ സയൻസ് മതി, എനിക്ക് എൻട്രൻസ് പഠിക്കണം, നീറ്റ് പഠിക്കണം, എനിക്ക് ബയോളജി സയൻസ് നിർബന്ധമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാത്സിൽ കുറഞ്ഞുണ്ടാവുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത്, നീ 400+400 ഓൾറെഡി നീ സോഷ്യൽ സയൻസ് കൊടുക്കാൻ റെഡിയാണ്. കാരണം അത് A ഗ്രേഡാണ്, A+ ആണെന്നുള്ള വിശ്വാസം ആ കുട്ടിക്കുണ്ട്. എന്നാൽ മാത്സ് കൂടുന്നുള്ള വിശ്വാസമല്ല. പക്ഷെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, B+ ഇനി അഥവാ A ഗ്രേഡ് ആയാലോ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാർ ഞാൻ A+ന് വേണ്ടിയുള്ളത് എഴുതിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് B+ കിട്ടിയിട്ടുള്ളൂ. ഗ്രേസ് മാർക്ക് അവാർഡും അല്ല, ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ ആ കുട്ടി B+ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചോദിച്ചു, പറഞ്ഞു, സാർ ചിലപ്പം കിട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ എനിക്ക് സോഷ്യൽ സയൻസ് മതി. കാര്യം 9 A+ എന്ന് പറയാമല്ലോ, ഒന്ന് B+ ആണെങ്കിലും കുഴപ്പമില്ല, 9 A+ എന്ന് പറയാമല്ലോ. ഞാൻ ആ കുട്ടിയോട് വ്യക്തമായി പറഞ്ഞു, സബ്ജക്റ്റ് കോമ്പിനേഷൻ ഉണ്ട്. ബയോളജി സയൻസിന് വെയിറ്റേജ് ലഭിക്കുന്ന സബ്ജക്റ്റുകളാണ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും. അപ്പോൾ മാത്സ് എന്ന് പറയുന്ന വിഷയത്തെ വളരെ ലാഘവത്തോടെ കണ്ട് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന മറ്റൊരു വിഷയത്തെ കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ കുട്ടി സംസാരിക്കുമ്പോൾ, ആ കുട്ടി റീവാലുവേഷൻ കൊടുക്കാൻ വന്നത് MS-ന് മുമ്പിലാണെങ്കിൽ MS പറഞ്ഞു, ഇത്രയേ ഉള്ളൂ മോളെ, നിൻ്റെ കയ്യിൽ 400 രൂപയുള്ളൂവെങ്കിൽ ഞാൻ 400 രൂപ തരാം, ടോട്ടൽ 800 രൂപയ്ക്ക് നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം. ആ പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇനി അതല്ല, നിൻ്റെ കയ്യിൽ 400 എടുക്കാനുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നീ അത് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ അവൾ ഉമ്മാനെ വിളിച്ചു. അവൾ എന്ത് ചെയ്തു? സാർ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അറിയോ? ഇനി അഥവാ കുട്ടിക്ക് മാത്സ് B+ A ഗ്രേഡ് ആയാൽ അവൾക്ക് സയൻസ് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. എന്താ സാർ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടടാ, നോക്കിക്കേ, കൃത്യമായി നോക്കിക്കോ. യെസ്, നമ്മൾ WGPA എന്ന് പറയുന്ന പോയിൻ്റ് വാല്യൂ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിങ്ങൾ ബയോളജി സയൻസ് ഉദ്ദേശിച്ചതെങ്കിൽ ആ സ്കൂളിലേക്ക് കൊടുത്ത ഒരുപാട് കുട്ടികളുണ്ടാകും. ആ കുട്ടികളൊക്കെ വെച്ചിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? WGPA വാല്യൂ 10ലാണ്. ആ 10ൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണുള്ളത്, അയാൾക്കായിരിക്കും റാങ്ക് 1, അയാൾക്കായിരിക്കും ആ ബയോളജി സയൻസിൻ്റെ ആദ്യത്തെ സീറ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ WGPA നോക്കിയിട്ടാണ്. എന്താണ് WGPA ഞാനിവിടെ പറയുന്നില്ല. ആ WGPAയുടെ ഇവിടെ നോക്കിക്കേ, നിങ്ങളുടെ സർക്കുലറാണ്. പ്രവേശന മാനദണ്ഡം WGPA കണക്കാക്കുന്ന വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് HSCAP വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ആ പ്രവേശന മാനദണ്ഡങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഹയർ സെക്കൻഡറി പഠനത്തിന് വിദ്യാർത്ഥി തിരഞ്ഞെടുക്കുന്ന വിഷയ കോമ്പിനേഷനുകൾക്കനുസരിച്ച് യോഗ്യതാ പരീക്ഷയിലെ ചില വിഷയങ്ങൾക്ക് വെയിറ്റേജ് ലഭിക്കും. നോട്ട് ദ പോയിന്റ്. MS വെറുതെ പറയുന്നതല്ല, ഉണ്ടാക്കി വെറുതെ വ്യൂവേഴ്സ് കിട്ടാൻ പറയുന്നതല്ല. നോക്കിക്കേ, തിരഞ്ഞെടുക്കുന്ന വിഷയ കോമ്പിനേഷനുമായി ബന്ധമുള്ള SSLC പേപ്പറുകൾക്കാണ് ഇങ്ങനെ വെയിറ്റേജ് ലഭിക്കുന്നത്. സോ നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ ആ കോഴ്സിലുള്ള സബ്ജക്റ്റുകൾക്ക് A+ ഉണ്ടെങ്കിൽ അതിന് വെയിറ്റേജ് ഉണ്ട്. നോട്ട് ദ പോയിന്റ്. SSLC ഹയർ സെക്കൻഡറിയിലെ 45 കോഴ്സ് കോമ്പിനേഷനുകൾക്ക് വെയിറ്റേജ് ലഭിക്കുന്ന SSLC വിഷയങ്ങളുടെ വിശദാംശങ്ങൾ ഖണ്ഡിക 18 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ വിഷയങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ, ഞാൻ കാണിച്ചു തരാം. ഖണ്ഡിക 18 കൂടെ റെഡിയാണ്. പക്ഷെ എവിടെ പോയി? 16, 17, 18 18 ഇവിടെ
17. യെസ് ദാ നോക്കിക്കേ, സബ്ജക്റ്റ് കോമ്പിനേഷനുകളും കോഡുകളും. നോട്ട് ദ പോയിന്റ്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളിലായി ഹയർ സെക്കൻഡറി പഠനത്തിന് ആകെ 45 സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ ലഭ്യമാണ്. നിങ്ങൾ കേൾക്കുന്നത് പോലെ ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ കൊമേഴ്സ്, മാത്സ് കൊമേഴ്സ്, സൈക്കോളജി സയൻസ്, ഹ്യൂമാനിറ്റീസ്, ഇത്ര 5-6 എണ്ണമല്ല ഉള്ളത്. 45 കോഴ്സുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. പക്ഷെ പല സ്കൂളിലും 3-4 ഉള്ളൂ. ഓക്കെ, ഇനി ഗ്രൂപ്പ് തിരിച്ചുള്ള സബ്ജക്റ്റ് കോമ്പിനേഷനുകളും അവയുടെ കോഡുകളും അതും വേണ്ടതാ. ഓരോ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുമ്പോഴും വെയിറ്റേജ് ലഭിക്കുന്ന SSLC വിഷയങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. നോട്ട് ദ പോയിന്റ്. ഒന്നാമത്തെ നോട്ട് ദ പോയിന്റ് ദാ ഇതാണ്. ബയോ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് നോക്കുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻസ് വരുന്ന ആ സബ്ജക്റ്റ് കോമ്പിനേഷൻസിലെ വിഷയങ്ങളെന്ന് പറയുന്നത് വെയിറ്റേജ് ലഭിക്കുന്ന SSLC വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ്. അവിടെ സോഷ്യൽ സയൻസ് ഇല്ല. നോട്ട് ദ പോയിന്റ്. ആ കുട്ടി എന്നോട് പറഞ്ഞത്, സാർ എനിക്ക് ബയോളജി സയൻസ് വേണം, എനിക്ക് ബയോ സയൻസ് വേണം. ആ കുട്ടി ബയോമാക്സ് എന്നാട്ടോ പറഞ്ഞത്. ബയോമാക്സും ബയോളജി സയൻസും രണ്ടും ഒന്നാണ് എന്ന് ഈ കാണുന്ന ഒരാൾക്കാർ മനസ്സിലാക്കട്ടോ. ബയോ സയൻസ് എന്ന് പറഞ്ഞാലും ബയോമാക്സ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നു തന്നെ, ലെവനും കുഷനുമാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് മാറും, അത് വേറെ ആളാണ്. അത് ബയോളജിക്ക് പകരം കമ്പ്യൂട്ടറാണ്. ആ കോഴ്സിൻ്റെ കോഡ് നമ്പർ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? 05 നോക്കിക്കേ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ കമ്പ്യൂട്ടർ സയൻസിന് എനിക്ക് കിട്ടണമെങ്കിൽ വെയിറ്റേജ് ഉള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അക്ഷയയിൽ ഏതോ ഒരു ചേച്ചി പറഞ്ഞു കൊടുത്തു IT-ലും A+ വേണമെന്ന്. പൊന്നു മോനെ ചെറുപ്പക്കാരാ, നോക്കിക്കേ 5ാമത്തെ കോഴ്സ് കോമ്പിനേഷൻസ് നോക്കിക്കേ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ അടങ്ങിയ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് നിനക്ക് ലഭിക്കണമെങ്കിൽ, അതിൽ വെയിറ്റേജ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ വെയിറ്റേജ് കോമ്പിനേഷൻസ് ആയ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്, വെയിറ്റേജ് ലഭിക്കുന്ന SSLC വിഷയങ്ങൾ എന്ന് പറയുന്നത് അത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമാണ്. അവിടെ IT-ക്ക് A+ നിർബന്ധമില്ല. ഓക്കെ, സോ നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സിലെ ചില സബ്ജക്റ്റുകൾക്ക് വെയിറ്റേജ് ലഭിക്കും. ഒന്നും കൂടി പറയാം, നിങ്ങൾക്ക് ബയോ സയൻസ് ആണ് വേണ്ടത്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എനിക്ക് സയൻസ് വേണം, ബയോ സയൻസ് വേണം. ബയോ സയൻസിന് 6 വിഷയങ്ങളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്. ഓക്കെ, അതിൽ ആ കോഴ്സ് കോഡിനെയാണ് 1 എന്ന് പറയുക, 01. ഇതാണ് നിങ്ങളെ ബയോ സയൻസ് കേട്ടോ, 01 എന്ന് പറയാം. ആ ബയോ സയൻസിന് വെയിറ്റേജ് ലഭിക്കുന്ന SSLC വിഷയങ്ങൾ അതാരൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. അവിടെ സോഷ്യൽ സയൻസിന് A+ ഉള്ളത് വലിയ വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, സോ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഈ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് നോക്കി ആ വെയിറ്റേജ് ലഭിക്കുന്ന SSLC വിഷയങ്ങളും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കാൻ. അല്ലാതെ പറയാൻ A+കൾ നോക്കിയിട്ട് കാര്യമില്ല. 5 A+ ഉള്ളൊരു കുട്ടി കൊടുക്കുകയാണ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും. ഇംഗ്ലീഷിനും സെക്കൻഡ് ലാംഗ്വേജിനും അവൾ കൊടുക്കുകയാണ്. അവൾക്ക് ഏതാ വേണ്ടത്? അവൾക്ക് ബയോ സയൻസ് കിട്ടണം. എന്തിനാ അവൾ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും നോക്കുന്നത്? അവൾക്ക് മാത്സൊക്കെ B+, ഫിസിക്സൊക്കെ A ഗ്രേഡൊക്കെ ആണ്. 5 A+ ഉള്ളൊരു കുട്ടിയാണ്. അവൾ എന്തിനാ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും കൊടുക്കുന്നത്? 5 എണ്ണമാണല്ലോ ഇപ്പോൾ A+ ഉള്ളത്. അത് 2 A+ ആയാലും എന്ത് ചെയ്യുക? ആൾക്കാരോട് പറയാം എനിക്ക് 7 A+ ഉണ്ട്. അപ്പോൾ അടുത്ത പാരൻറ്റ് പറയും, സാർ ഇന്നൊരു പാരൻ്റ് ഇവിടെ വന്ന് പറഞ്ഞു, സാറേ എൻ്റെ മകൾക്ക് 8 A+ ഉണ്ട്, MJ സ്കൂളിൽ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കിട്ടൂല, ഒറ്റ വാക്കാ കിട്ടൂല. അവൾ കൊടുവള്ളി പഞ്ചായത്തിലാണ്. കിഴക്കോത്ത് പഞ്ചായത്തിൽ നിൽക്കുന്ന MJ സ്കൂളിൽ കിട്ടണമെങ്കിൽ കിഴക്കോത്ത് പഞ്ചായത്തിൽ ഒരു കുട്ടിയെ കഴിഞ്ഞിട്ടേ കൊടുവള്ളി പഞ്ചായത്ത് നോക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് പറയാ, സാറേ പക്ഷേ കഴിഞ്ഞ കൊല്ലം 7 A+ ഉള്ള കുട്ടിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിനൊരിക്കലും സാധ്യമല്ല. അതിനുള്ളൊരു സാധ്യത എപ്പോഴാണെന്നറിയോ? ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡിലും തേർഡിലും ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആ കുട്ടിക്ക് കിട്ടിയത് സപ്ലിമെൻ്ററിയിലായിരിക്കും. കാര്യം സപ്ലിമെൻ്ററി എത്തുമ്പോൾ ചില സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാറുണ്ട്. അല്ല സപ്ലിമെൻ്ററി ഒന്നുമല്ല, ഓൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ ചോദിച്ചു ആരാണ്? നിങ്ങൾ ട്യൂഷനിൽ പഠിച്ച കുട്ടീനാണ്. പേരും പറഞ്ഞു, ഞാൻ പേരിപ്പോൾ പറയുന്നില്ല. ഞാൻ ഓൺ ദ സ്പോട്ട് ആ കുട്ടീൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പാരൻറ്റ് ഫോൺ എടുത്തു. അല്ലയോ ഉമ്മ, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് കൊടുത്ത MS ആണ് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു സാർ എന്തിനാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? MS സാറേ പറഞ്ഞോളിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ മോക്ക് കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് കിട്ടിയത് MJ സ്കൂളിലാണല്ലോ, അവൾക്ക് ഏത് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത്? അവൾക്ക് സപ്ലിമെൻ്ററിയാ സാറേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഉമ്മ കേൾക്കുന്നത് എന്താ അറിയോ? 7 A+ ഉള്ള ആ കുട്ടിക്ക് എവിടെ കിട്ടി? MJയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് പിന്നെ 8 A+ ഉള്ള എൻ്റെ മോക്ക് കിട്ടില്ല? മാറ്റുണ്ട്, രണ്ടും മാറ്റുണ്ട്.
ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡിലും തേർഡിലും കിട്ടണമെങ്കിൽ 8A+ പോരാ MJ സ്കൂളിൽ കിട്ടാൻ. അതും കിഴക്കോത്ത് പഞ്ചായത്തല്ലെങ്കിൽ, പഞ്ചായത്താണെങ്കിൽ ലക്കാണ്. കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ കയറിയായിട്ട് പോകാൻ പറ്റും. സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ അതിലൂടെയും പറയാൻ പറ്റും. സോ എല്ലാത്തിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഐഡിയോളജി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്വന്തം ഒരു തീരുമാനം എടുക്കരുത്. കരിയർ ഗൈഡൻസ് ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അക്ഷയയിലൊക്കെ അത്രയും പാരമ്പര്യമുള്ള ആൾക്കാർ, അക്ഷയ സെൻറ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മാനേജർ ഉണ്ടാവും. അവരോട് നിങ്ങൾ സംസാരിക്കുക. അവർക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കൊടുവള്ളിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ ഓഫീസിലേക്ക് ഏത് സമയം വരാം. അങ്ങനെ പറ്റൂല. ഒരു 9:30 to 4:30 വരെ ഞാൻ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 5:30 തൊട്ട് 11 മണി വരെ ഉണ്ടാവും. ഒരു മണിക്കൂർക്ക് ബ്രേക്ക് വേണം. ഓക്കെ. സോ അലോട്ട്മെൻറ്റ് വെറുതെ ചാടിക്കറി കൊടുക്കരുത്. അലോട്ട്മെൻറ്റ് 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്, ബുധനാഴ്ച. അതുകൊണ്ട് നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റിനെ കുറിച്ച് പഠിക്കാതെ, A to Z കാര്യങ്ങൾ അറിയാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അലോട്ട്മെൻറ്റ് കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കരുത്. ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് 10, 100, 200 അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അക്ഷയയിലെ ചേച്ചി ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നെഗറ്റീവ് അടിക്കരുത്. കൃത്യമായിട്ട് അത് പൂരിപ്പിക്കുമ്പോൾ അതിന് എന്താണത് പൂരിപ്പിക്കാനുള്ളത്, ഞാൻ ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം, ഞാൻ ഏത് കോഴ്സ് കൊടുക്കണം എന്ന കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവിടെ സ്കൂൾ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരിക്കലും അക്ഷയ സെൻറ്ററുകളെ കുറ്റം പറഞ്ഞതല്ല. ഒരുപാട് കഥകൾ ഈ കൊടുവള്ളി ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എനിക്കത് തെളിയിച്ചു തരാൻ പറ്റും. ഓക്കെ. പക്ഷേ നിങ്ങളുടെ കോഴ്സിനെയും നിങ്ങളുടെ സ്കൂളിനെയും മറ്റൊരാളുടെ മുമ്പിലല്ല നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. സംശയങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരോട് നിങ്ങൾ ചോദിക്കണം. ഒരാളിൽ ഒതുങ്ങരുത്. എനിക്കൊരു കാര്യം സംശയം ഉണ്ടെങ്കിൽ ഞാൻ 3-4 ആൾക്കാരോട് ചോദിക്കും. അതിൽ നിന്ന് എനിക്കൊരു പോയിന്റ് കിട്ടും. അത് ഞാൻ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് വേണ്ടിയത്. ഒരാളിൽ മാത്രം എന്ത് ചെയ്യരുത്? ഒതുങ്ങിപ്പോകരുത്. ഒരാളിൽ മാത്രം നിങ്ങൾ ഒതുങ്ങരുത്. ഓക്കെ. സോ തീർച്ചയായിട്ടും ഇതുപോലുള്ള അലോട്ട്മെൻറ്റ് അപ്ഡേറ്റുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ MS സൊല്യൂഷൻസിൻ്റെ +1 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് MS സൊല്യൂഷൻ SSLC ചാനലായിരിക്കും. കാരണം ഇവിടെയാണ് നമ്മുടെ ആൾക്കാർ കിടക്കുന്നത്. നിങ്ങളെല്ലാവരും MS സൊല്യൂഷൻസ് +1 പോവുക. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോണസ് പോയിൻ്റ് ആർക്കൊക്കെ ലഭിക്കും, ബോണസ് പോയിൻ്റ് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണണം കേട്ടോ. ഓക്കെ. സോ MS സൊല്യൂഷൻസിൻ്റെ അലോട്ട്മെൻറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.